പുതിയ നിയമം എന്നിങ്ങനെ ബൈബിളിനെ രണ്ടായി വിഭജിച്ചിരിക്കുന്നു. മോശെ മുഖാന്തരം ദൈവം ഇസ്രായേലിനോട് ചെയ്ത ഉടമ്പടിയാണ് പഴയ നിയമം. യേശുക്രിസ്തു മുഖാന്തരം ദൈവം സർവ്വമാനവജാതിയോടും ചെയ്ത ഉടമ്പടിയാണ് പുതിയ നിയമം. പഴയ നിയമത്തിൽ ന്യായപ്രമാണങ്ങളും പുതിയ നിയമത്തിൽ ക്രിസ്തു മൂലമുള്ള രക്ഷയുടെ സുവിശേഷവുമാണ് ഉള്ളത്. പഴയ നിയമത്തിൽ ആരംഭിച്ച ദൈവിക വെളിപ്പാടുകൾ പുതിയ നിയമത്തിൽ നടത്തപ്പെടുന്നു. നമ്മുടെ മുന്നിലേക്ക് പഴയ നിയമ പ്രവാചകന്മാരെ എത്തിക്കുകയാണ് നമ്മുടെ കുട്ടികൾ. സ്വന്തം സൃഷ്ടിയോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട് നമുക്ക്. പഴയ നിയമത്തിൽ ദൈവം ജനങ്ങളോട് സംസാരിക്കുന്നതിന് തിരഞ്ഞെടുത്ത പ്രവാചകന്മാരായിരുന്നു എലീശ, മോശ, എഹെസ്കേൽ എന്നിവർ. സ്വന്തം ജനത്തെ നയിക്കുന്നതിന് യഹോവ തിരഞ്ഞെടുത്ത രാജാവായിരുന്നു ദാവീദ്. പാപികളുടെ രക്ഷയ്ക്കായി എഴുന്നള്ളി വരുന്ന മെശിഹാ രാജാവായ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ജനത്തെ ബോധവാന്മാരാക്കുക എന്ന ദൗത്യം ഇവരെല്ലാവരും കൃത്യമായി നിർവഹിച്ചിരുന്നു. മേഘത്തേരിലേറി കാഹളനാദത്തോടെ സൂര്യനെ പോലെ ജ്വലിച്ച് വീണ്ടും ക്രിസ്തുവിനായി നമുക്ക് കാത്തിരിക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ജനസമൂഹമായ നമ്മുടെ ദൗത്യം സുവിശേഷ പ്രഘോഷണവും യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനായി വഴിയൊരുക്കുക എന്നതുമാണ്. പ്രവാചകന്മാരും ദാവീദ് രാജാവും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. യഹോവയെ അത്ഭുതമായി അറിഞ്ഞ മോശയായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഞാൻ. സൗഖ്യവും പുനർജീവനും സാധുജന സഹായവും പ്രധാന ലക്ഷ്യമായ എലീശയായി എത്തുന്നത് ജോൺ. തീരത്ത് വെച്ച് യഹോവയുടെ അരുളപ്പാടിന്റെ വിജയാസ്ത്രീയ പ്രവാചകനായി എത്തുന്നത് ഇവാൻ. കല്ലും കവിതയുമായി പരിശുദ്ധനായ ഗോലിയാത്തിലേക്ക് പിതാവായി എത്തുന്നത് ജോൺ. These are the days of Elijah, declaring the word of the Lord. And these are the days of your servant Moses, righteousness being restored. And though these are days of great trial, of famine and darkness and sword, still we are the voice in the desert, crying, prepare ye the way of the Lord. Behold, he comes, riding on the clouds, shining like the sun. At the trumpet call, lift your voice, the year of Jubilee, and out of Zion till salvation comes. And these are the days of Ezekiel, the